മനുഷ്യന്റെ ജീവിതത്തിൽ ജയങ്ങളും പരാജയങ്ങളും സ്വാഭാവികമാണ്. ഈ പരാജയങ്ങൾക്കുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങൾക്കുള്ള 30 കാരണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ആ കാരണങ്ങൾ പലതും നമ്മുടെ നിയന്ത്രണത്തിലുണ്ടാവും. ചിലത് നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കില്ല. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നിയന്ത്രണത്തിലുള്ളതിന് നമ്മൾ പരിഹാരം കാണുകയും മറ്റുള്ളവയെ അതിൻ്റെ വഴിക്ക് വിട്ട് അതിനെ അവഗണിച്ച് വിടുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ആ 30 കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാം. ഒന്നാമത്തത്, പ്രതികൂലമായിട്ടുള്ള ഒരു കുടുംബ സാഹചര്യം ഉണ്ടാവുക. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ സമ്പന്നനാവണം അല്ലെങ്കിൽ ഒരു പരിതാവസ്ഥ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് ഒരു കുടുംബ പാരമ്പര്യം ഉണ്ടാകും. അല്ലെങ്കിൽ ഏറ്റവും ദരിദ്രമായ കുടുംബത്തിലാണ് നമ്മൾ ജനിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ സാഹചര്യം, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് പാരമ്പര്യമായിട്ട് പല അസുഖങ്ങളുണ്ട്. ആ ചില കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ വഴിക്ക് വിട്ടിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ആ കുടുംബ സാഹചര്യത്തിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പരിഹരിക്കുക. അതാണ് ഒന്നാമത്തത്, കുടുംബ സാഹചര്യം. രണ്ടാമത്തത്, കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യബോധമില്ല എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിന് നമുക്കൊരു ലക്ഷ്യബോധമില്ലെങ്കിൽ നമുക്ക് പരാജയമുണ്ടാകും. അപ്പോൾ കൃത്യമായിട്ടൊരു ലക്ഷ്യബോധം ഉണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത്. മൂന്നാമത്തതായിട്ട്, ഒരു ശരാശരി ജീവിതത്തിന് മുകളിൽ ജീവിക്കാൻ നമുക്ക് ആഗ്രഹമില്ല. ഇങ്ങനൊക്കെ പോയാൽ മതി, എൻ്റെ ജീവിതമൊക്കെ ഇങ്ങനൊക്കെ ഒരു കട്ടപ്പുകയിലായിട്ട് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പോയാൽ മതി എന്നൊരു തോന്നൽ, അത് മാറ്റിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ശരാശരിക്കപ്പുറം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ച് ആലോചിക്കുകയും അതിന് പണിയെടുക്കുകയും ചെയ്യാണ് മൂന്നാമത്തത്. നാലാമത്തത്, വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്. നമ്മൾ പഠിക്കൂല, അല്ലെങ്കിൽ അനുഭവങ്ങൾ ഉണ്ടാവില്ല. വിദ്യാഭ്യാസം കേവലം സ്കൂളിൽ പോയുള്ള വിദ്യാഭ്യാസം മാത്രമല്ല, ജീവിതാനുഭവങ്ങളിലും ശിക്ഷണങ്ങളിലും മറ്റു പ്രഭാഷണങ്ങളിൽ നിന്നും ഒക്കെ കിട്ടുന്നൊക്കെ വിജ്ഞാനങ്ങളാണ്. അപ്പോൾ ആ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് ഒരു പ്രശ്നമാണ് നമ്മുടെ പരാജയത്തിനുള്ള കാരണം. അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. അഞ്ചാമത്തത്, ചിട്ടയുടെയും അച്ചടക്കമില്ലാത്ത, എന്താ തോന്നുന്നത് അതപ്പം ചെയ്യുക, ഒരു ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത അവസ്ഥ. ഇപ്പം ഇന്നത് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അന്ന് ചെയ്തത്. ഒറ്റ മൈൻഡ് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഒരു ഡിസിപ്ലിൻ്റെ കുറവാണ്. അതായത് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിന് ഒരു ചിട്ടയുണ്ടായിരിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തത്. ആറാമത്തത്, ശാരീരിക ക്ഷമതയില്ലായ്മ. അത് ചില കാര്യങ്ങൾ നമുക്ക് ആരോഗ്യക്കുറവുണ്ട് എക്സസൈസിലൂടെ ഒക്കെ നേടാൻ പറ്റും. പക്ഷെ ചിലതെന്താണ്, രോഗമൊക്കെ ആണെങ്കിൽ മരുന്ന് കുടിക്കാം. ചില അസുഖങ്ങൾ ചിലപ്പോൾ മരുന്ന് കുടിച്ചാലും മാറില്ല. ഇപ്പോൾ അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർമാർ വിധി എഴുതിയിട്ടുണ്ട്, അതും മാറില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ വഴിക്ക് വിട്ട് അതിൻ്റെ അവഗണിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പല മോട്ടിവേഷൻ സ്പീക്കർമാരും നമ്മുടെ നാട്ടിലെ അംഗവൈകല്യമുള്ള ആളുകൾ പലരും ഉന്നതിയിലെത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കും, അല്ലാത്തതിനെ നമ്മൾ അവഗണിച്ച് വിട്ടു പോവുകയാണെങ്കിൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. 6 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തൊരു 6 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.